ആവേശത്തിലെ ഫഹദ് ഫാസിലിന്റെ കരിങ്കാളിയല്ലേ റീൽസ് നാഷണൽ ലെവലിൽ വൈറലായതിന്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ പ്രചരിക്കുന്നത്. ആവേശം ഇറങ്ങിയതു മുതൽ രംഗണ്ണൻ ചെയ്യുന്ന റീൽസ് അനുകരിച്ച് ബോളിവുഡ് താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. കരിങ്കാളിയല്ലേ സോഷ്യൽ മീഡിയയിൽ തീർത്ത ട്രെൻഡ് ഇപ്പോൾ സുരക്ഷയുടെ ഭാഗമായി ഉപയോഗിച്ചിരിക്കുകയാണ് മുംബൈ പോലീസ്. ജനങ്ങളുടെ ഇടപെടൽ പൊതു സുരക്ഷയിൽ ഉറപ്പാക്കാൻ വേണ്ടിയാണ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ രംഗണ്ണന്റെ വൈറൽ ക്ലിപ്പ് മുംബൈ പോലീസ് ഉപയോഗിച്ചിരിക്കുന്നത്. മുംബൈ പോലീസിന്റെ ഈ പോസ്റ്റിനെ അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കമന്റ് ബോക്സ് നിറയെ മലയാളികളുമാണ്. ചെറിയൊരു പ്ലോട്ടിനെ പെർഫോമൻസ് കൊണ്ട് തീയാക്കിയ ഫഹദിനെ ഇന്ത്യൻ സിനിമ കൊണ്ടാടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാനറിസങ്ങളിൽ വെറൈറ്റി പിടിക്കാനും കഥാപാത്രത്തിന് വേണ്ടി ശരീരത്തെ മെരുക്കാനും മലയാളത്തിൽ മുൻപന്തിയിലുള്ളത് ഫഹദ് തന്നെയാണെന്ന് മുൻപത്തെ പല കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ട്. ഓരോ ചിത്രങ്ങൾ കഴിയുന്തോറും ഫഹദ് കൂടുതൽ വിസ്മയിപ്പിക്കുകയാണ്. അത് തന്നെയാണ് ആവേശത്തിലും കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടാടപ്പെടുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ ഫഹദ് ആവേശത്തോടെ ഡാൻസ് കളിച്ചപ്പോൾ തന്നെ ആരാധകർ അത്ഭുതപ്പെട്ടിരുന്നു. അണ്ണൻ സാധാരണ ഇത്തരം പരിപാടികൾ പിടിക്കാറില്ലല്ലോ എന്ന സംശയം അന്നു മുതൽ തന്നെ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞിരുന്നു. പൊതുവെ പ്രൊമോഷന് വന്ന് വളരെ ശാന്തനായി തിരിച്ചു പോകുന്ന ഫഹദ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി പബ്ലിക്കായി ഇത്ര ആവേശം കാണിച്ചത് വെറുതെ ആയിരുന്നില്ല. ചില്ലറ വിളയാട്ടമൊന്നുമല്ല ആവേശത്തിൽ ഫഹദ് ചെയ്തു വെച്ചതെന്ന് പടം കണ്ട പ്രേക്ഷകർ ഒരേ സ്വരത്തിലാണ് അഭിപ്രായപ്പെട്ടത്. വളരെ ചെറിയൊരു കഥയെ തന്റെ സ്വാഗ് കൊണ്ട് എബോ ആവറേജിൽ എത്തിക്കാനുള്ള മിടുക്ക് ഫഹദിനുണ്ട്. അതിനൊപ്പം BGM, എഡിറ്റിംഗ് എന്നിവ കൂടി മികച്ച രീതിയിൽ മിക്സ്ഡ് ആയതോടെ പവർ പാക്ഡ് ഫൺ എന്റർടൈനർ ആയിട്ടാണ് ആവേശം മാറിയത്. നടക്കപ്പോറത് ഭൂകമ്പം എന്ന ക്യാപ്ഷനുള്ള പോസ്റ്ററുകളുമായിട്ടാണ് ചിത്രത്തിന്റെ വിജയം പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷിച്ചത്. വെറും സാധാരണ ലോക്കൽ ഗുണ്ട സെറ്റപ്പിൽ നിന്ന് തന്നെ പല വേരിയേഷനുകളിലേക്ക് എത്തി ക്യാരക്ടർ റിവീലിംഗ് നടത്തുന്ന രംഗയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഒരു സാധാരണ കഥ തന്നെയാണ്. പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ഒരു സിനിമയുടെ നട്ടെല്ല് തിരക്കഥയാണെന്ന്. എന്നാൽ അതൊക്കെ മാറുന്ന കാലം കൂടിയാണിത്. സിനിമ എന്ന മാധ്യമത്തിൽ കഥയ്ക്ക് പ്രാധാന്യമില്ല എന്നല്ല, പക്ഷെ പണി അറിയാവുന്ന സംവിധായകനും ആർട്ടിസ്റ്റും ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഥാതന്തുവിനെ ഗംഭീര വിഷ്വൽ ട്രീറ്റാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ആവേശം തെളിയിച്ചിട്ടുണ്ട്. ഫഹദ് മാത്രമല്ല, മറ്റ് അഭിനേതാക്കളും കൈയടക്കത്തോടെ തന്നെ ചിത്രത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന ചിത്രം പോലും വേണ്ടെന്ന് വെച്ച് ഈ സിനിമയ്ക്കായി കാത്തിരുന്ന സജിൻ ഗോപുവിന്റെ അമ്പാൻ എന്ന കഥാപാത്രവും ആ തീരുമാനം ശരിയെന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിച്ചു കഴിഞ്ഞു. ചിത്രത്തിൽ ഊമയായി എത്തിയ ഡ്രൈവർ പോലും കിടിലൻ രോമാഞ്ചമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ജിത്തു മാധവൻ രോമാഞ്ചത്തിന് ശേഷം വീണ്ടും എത്തിയപ്പോൾ മലയാള സിനിമയ്ക്ക് മിനിമം ഗ്യാരണ്ടി ഉറപ്പിക്കാവുന്ന മറ്റൊരു സംവിധായകനെയാണ് ലഭിച്ചിരിക്കുന്നത്. അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയൻ നംസീമും ചേർന്നാണ് ആവേശം നിർമ്മിച്ചത്. 150 കോടി വാരുകയും ചെയ്തു. ഫഹദിന് പുറമെ മൻസൂർ അലിഖാൻ, ആശിഷ് വിദ്യാർത്ഥി, സജിൻ ഗോപു, പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ JS, റോഷൻ ഷാനവാസ്, പൂജ മോഹൻരാജ്, നീരജ രാജേന്ദ്രൻ തുടങ്ങിയവരാണ് ആവേശത്തിലെ താരങ്ങളായി എത്തിയത്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുകയായിരുന്നു.